കൊല്ലത്ത് മുകേഷ് MLA രാജിവെക്കാത്തതിനെ തുടർന്ന് നിരവധിയായ CPIM അനുഭാവികൾ RSPയിലേക്ക് ചേക്കേറുകയാണ്. RSPയിൽ അംഗത്വമെടുത്തുകൊണ്ട് കൂടുതൽ പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടുകൂടി CPIMന്റെ അംഗബലം കുറയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. മുകേഷിനെ പോലെ ഒരു വ്യക്തി, അതും രാഷ്ട്രീയവുമായി കാര്യമായ ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി പാർട്ടിക്ക് വേണ്ടി സദാ പ്രവർത്തനം നടത്തുന്നവരെ ഒരു കാര്യത്തിനും പരിഗണിക്കാത്ത ഈ പാർട്ടിയോട് പുച്ഛം മാത്രമാണെന്നും തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെന്ന് പറയുന്നതിന് നാണമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. CPIMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ രാജിക്കൊരുങ്ങിയിരിക്കുന്നു എന്നാണ് കൃത്യമായ വാർത്ത. ഇതോടുകൂടി RSPക്ക് കൂടുതൽ കരുത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ കൊല്ലത്ത് പാർലമെന്റിൽ വരെ ഉടുപ്പില്ലാതെ മത്സരിച്ച വ്യക്തിയാണ് മുകേഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് CPIM അംഗങ്ങൾ രാജിക്കൊരുങ്ങിയിരിക്കുന്നത്. PK ഗുരുദാസൻ അടക്കമുള്ളവർ അതിശക്തമായി മുകേഷിനെതിരെയാണ്. അതിന് കാരണം നിരവധിയായ ആളുകളുടെ അവസരം തഴഞ്ഞാണ് മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി തോന്നുന്നതേ ഇല്ല. മുകേഷിനെ പോലെ ഒരു വ്യക്തി, ഇത്രയും മോശമായ സ്വഭാവമുള്ള ഒരു ആളെ എന്തിനാണ് ഇനിയും CPIM വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ ചോദ്യം ചോദിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. മുകേഷിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പുറത്തു വന്നിരിക്കുന്നത്. മുകേഷിൻ്റെ ആദ്യ ഭാര്യയായ സരിത മുകേഷിനെതിരെ പറഞ്ഞ വാക്കുകൾ ഏതൊരു സ്ത്രീക്കും ഞെട്ടൽ മാത്രമാണ് ഉളവാക്കുന്നത്. ഇത്രയും അബ്യൂസീവായ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് സരിത പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴും സ്വന്തം ഭാര്യ എന്ന രീതിയിലല്ല കണ്ടിരുന്നത്. ഈ ഒരു വാക്ക് മാത്രം മതി മുകേഷിൻ്റെ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരു വ്യക്തിക്ക് CPIM അംഗത്വം കൊടുക്കുകയും അദ്ദേഹത്തിനെ പിടിച്ച് കൊല്ലത്ത് പാർലമെന്റിൽ മത്സരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായും CPIMന്റെ മാനസികാവസ്ഥ എന്തുമാത്രം പരിതപിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. RSPയിലേക്ക് കൃത്യമായും CPIM വിട്ടുവരുന്നവരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് മുൻ മന്ത്രിയായ ഷിബു ബേബി ജോൺ. വളരെ വൈകാതെ തന്നെ RSPയിലേക്ക് CPIMൽ നിന്നുള്ള കുത്തൊഴുക്ക് തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി കൊല്ലത്തെ CPIM തകരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPIM ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഈ ഒരു കുത്തൊഴുക്ക് കൂടിയാകുമ്പോൾ അത് പരിപൂർണതയിലേക്ക് എത്തും. RSP ആളില്ലാ പാർട്ടിയാണെന്നും നാഥരില്ലാ കളരിയാണെന്നും പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള കൃത്യമായ മറുപടി കൂടിയായിരിക്കും ഈ ഒരു കുത്തൊഴുക്ക് എന്ന് വ്യക്തമാക്കാൻ കഴിയും. RSPയുടെ സംസ്ഥാന നേതാക്കൾ അംഗത്വ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.